ഇന്നലെ രാത്രി ഞായറാഴ്ച രാത്രി 8:30 മണിക്ക് ഉണ്ടായ ഒരു വലിയ ക്രൈം നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് പെൺകുട്ടിയൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അത് എന്നെ പിടിച്ചുകൊണ്ട് പോകുന്നത് സൗമ്യ കൊലക്കേസിലേക്കാണ്. അപ്പോൾ അതിനായിട്ട് ഈ സംഭവത്തിൽ പാലക്കാട്ടുകാരിയായ സോന എന്ന് പറയുന്ന 19 വയസ്സുള്ള പെൺകുട്ടി, അത് ട്രെയിനിൽ നിന്നും ഒരു മദ്യപനാൽ ചവിട്ടി വീഴ്ത്തപ്പെട്ടു. സുരേഷ് കുമാർ എന്ന് പറയുന്ന 48കാരനാണ്, ഒരു പെയിൻറ്റിങ് തൊഴിലാളിയാണെന്ന് പറയുന്നു. അവൻ വളരെ വലിയ മദ്യലഹരിയിലായിരുന്നു. മദ്യലഹരി എന്ന് അവൻ പറയുകയാണ്. ഇനി നമുക്കറിയില്ല മദ്യം കഴിച്ചിട്ടുണ്ടോ അതോ അഭിനയിക്കുകയാണോ എന്നറിയില്ല. അവൻ ട്രെയിനിൽ വെച്ച് മദ്യപിച്ചതായിട്ട് യാത്രക്കാർ പറയുന്നുണ്ട്. അവൻ കോട്ടയത്തു നിന്ന് കയറിയതാണ്. വർക്കല എത്താറായപ്പോഴത്തേക്ക് ഇവനെ ഈ മദ്യലഹരിയിൽ ഈ പെൺകുട്ടി സോനയുണ്ട്, സോനയുടെ കൂട്ടുകാരിയുണ്ട്. അപമര്യാദയായിട്ട് മദ്യലഹരിയിൽ പെരുമാറാൻ തുടങ്ങി. അപ്പോൾ അവരത് ചോദ്യം ചെയ്തു. അത് നമ്മൾ നോക്കണം, നമ്മുടെ മറ്റ് യാത്രക്കാർ അന്നേരം ആ മറ്റ് യാത്രക്കാരത് ഇടപെടണ്ടേ? അതൊന്നും ഇടപെടത്തില്ല നമ്മുടെ നാട്ടിൽ കേട്ടോ. അപ്പോൾ അവൻ ചെയ്ത പണി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അവനെ ഈ ഈ ഈ സോനയുടെ കൂട്ടുകാരി ടോയ്ലറ്റിൽ കയറി. അപ്പോൾ ഈ കുട്ടി വെളിയിലേക്ക് വർക്കല വണ്ടി എത്താറായി, സ്പീഡ് കുറച്ച് പോവുകയാണ്. സ്പീഡ് കുറയുന്നു വണ്ടിക്ക്. ഇവൻ അതിൻ്റെ നടുവിന് ചവിട്ടി, ബലമായിട്ട് ചവിട്ടി അതിനെ തള്ളി വെളിയിലിട്ട് കേട്ടോ. ഒരൊറ്റ ചവിട്ടിന് ആ കുട്ടി തെറിച്ച് വെളിയിൽ വീണു ട്രാക്കിൽ. വളരെ ഗുരുതരമായ മുറിവുകളാണ് അതിനുണ്ടായത്. അതീവ ഗുരുതരമായിട്ട് അതിൻ്റെ നില തുടരുകയാണ്. അപ്പോൾ ആ കുട്ടിയെ അവിടെ വന്ന മെമു എന്ന് പറയുന്ന ട്രെയിൻ അടുത്ത ട്രാക്കിൽ വന്ന് നിന്ന ട്രെയിനിനകത്ത് കയറ്റി വർക്കല സ്റ്റേഷനിൽ എത്തിച്ചു. അതിന് അവിടുന്ന് ഹോസ്പിറ്റലാക്കിയെങ്കിലും അവർ റെഫർ ചെയ്ത് നേരെ മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വിട്ടു. അപ്പോൾ അവിടെ ആ കുട്ടി അതീവ ഗുരുതരാവസ്ഥയിൽ കഴിയുകയാണ്. ഇത് നമ്മൾ ചിന്തിക്കേണ്ടത്, ഒന്നാമത് ഇതേപോലെ മദ്യപിച്ച് ബഹളം വരുന്ന ഒരുത്തൻ മറ്റ് യാത്രക്കാർ, ജനറൽ കമ്പാർട്ട്മെൻറ്റാണ്, അതിൽ ഒത്തിരിയും യാത്രക്കാരുണ്ടല്ലോ, അവരിത് ഇടപെടണ്ടേ? ഇത് കേരള എക്സ്പ്രസ്സിലാണ് ഈ സംഭവം. അതിലിടപെടേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഇടപെടുക എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ മോശമായിട്ട് ഒരുത്തൻ മദ്യപിച്ച് പെരുമാറാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ നമ്മുടെ ഈ ചെറുപ്പക്കാരൊക്കെ ഉണ്ടല്ലോ, അവർക്ക് എന്താ ഇതിനകത്ത് ശ്രദ്ധയില്ലാത്തത്? അവരിങ്ങനെയുള്ള ഒരുത്തനെ ഉണ്ടല്ലോ, അവനെ നേരിടാനായിട്ട് അവർ ശ്രമിക്കണം. അതാ വേണ്ടത്. അവനെ ഇടിക്കണം ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. അവനെ അതുപോലെ വിരട്ടി മിണ്ടാതിരിടാന്ന് പറയണം. വളരെ വലിയ അക്രമാസക്തനായി അവനെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവനെ പിടിച്ചു വെക്കണം. അവനെ കിടത്തിയുണ്ടല്ലോ, അവനെ ചവിട്ടി പിടിച്ചുണ്ടെങ്കിൽ നിന്നാൽ മതി. എന്നിട്ട് റെയിൽവേ പോലീസിൽ അറിയിച്ച് ഇവനെ പിടിപ്പിക്കണം. അതാ ചെയ്യേണ്ടത്. അതൊന്നും ചെയ്യുന്നില്ല. ഈ പെൺകുട്ടികളെ അവൻ ആ കൂട്ടുകാരിയും ഈ സോനയുടെ കൂട്ടുകാരിയും ആക്രമിക്കാൻ ശ്രമിച്ചു. അത് അതിനെ ചവിട്ടി വെളിയിലാക്കി അത് തള്ളിയിട്ടിട്ട് അത് കമ്പി തൂങ്ങി പിടിച്ച് കിടന്നു. മറ്റ് യാത്രക്കാരാണ് യഥാർത്ഥത്തിൽ ആ കുട്ടിയെ പിടിച്ച് ആ ട്രെയിനിലേക്ക് കയറ്റുന്നത്. ഇല്ലെങ്കിൽ ഒരു വലിയ ഡിസാസ്റ്റർ വീണ്ടും നമ്മൾ കാണാൻ ഇടയായേനെ. ഏതായാലും യവനെ ഇത് കഴിഞ്ഞിട്ട് നാട്ടുകാർ, അതായത് യാത്രക്കാർ അവനെ തടഞ്ഞു വെച്ചിട്ട് അവനെ കൊച്ചുവേളി പോലീസ് ആണ് അവനെ അറസ്റ്റ് ചെയ്യുന്നത്. അറസ്റ്റ് ചെയ്യാൻ നേരത്ത് യവൻ ഭയങ്കര അക്രമാസക്തനായി. അറസ്റ്റ് ചെയ്യാൻ നേരത്ത് പിന്നെ അവനെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തതാണ്. എന്ന് വെച്ചാൽ വല്ലതൊക്കെ കിട്ടണം. യവനെയൊക്കെ അടിച്ച് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവൻ്റെ കാലും കൈയും ഒക്കെ ഓടിച്ച് കളയണം. കാരണം മേലാൽ ഇങ്ങനെ ഒരുത്തും ചെയ്യരുത്. ഇത് ഞാൻ പറയാൻ കാര്യം, ഞാൻ പണ്ട് ആ സൗമ്യ കൊലക്കേസിലെ കാര്യം ഓർത്താണ്. സൗമ്യ ഇതുപോലെ ട്രെയിനിൽ നിന്ന് യഥാർത്ഥത്തിൽ തള്ളിയിട്ടു. അതിനുശേഷം അവൻ ഇടതുവശത്തൂടെ വന്നിട്ട് ട്രെയിനിൽ നിന്ന് പതുക്കെ കുനിഞ്ഞ് പതുക്കെ ഇങ്ങനെ ചാടി മുമ്പോട്ട് ഓടി. അവന് നല്ല ബാലൻസാണ് ആ ചെയ്തതിന് ശേഷം പോയി ഈ കുട്ടിയെ ആ ട്രാക്കിലിട്ട് ബലാത്സംഗം ചെയ്തു. അതിനെ കൊലപ്പെടുത്തുകയാണ്. അപ്പോൾ ഇത് കൊലപ്പെടുത്തുകയെന്ന് പറഞ്ഞാൽ അത് അതുപോലായി. അതിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ട് അത് ചികിത്സയിലിരിക്കുമ്പോൾ വളരെ കഷ്ടപ്പെട്ട ആ കുട്ടി കുറേ സസ്റ്റെയിൻ ചെയ്യാൻ നോക്കി, നടന്നില്ല, അത് മരിച്ചു. അതായത് കൊലപാതകമായി.
അത് നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറയുന്ന ഇത് ഇവൻ തള്ളിയിട്ടോ അതോ ചാടിയതാണോ എന്നുള്ളതിന് തെളിവില്ല. രണ്ടായാലും എൻ്റെ അഭിപ്രായത്തിൽ വ്യത്യാസമൊന്നുമില്ല. കാരണം ഒരാൾക്ക് എങ്ങോട്ടും പോകാനൊക്കാതെ ഒരാളെ നിസ്സഹായനായ അല്ലെങ്കിൽ നിസ്സഹായയായ ഒരാളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുക. അയാൾ രക്ഷപ്പെടാൻ വേണ്ടി അയാൾ അവിടുന്ന് ഇറങ്ങുക, ചാടുക. അത് ചാടിയാലും തള്ളിയിട്ടാലും എന്നെ സംബന്ധിച്ചിടത്തോളം അതിൽ യാതൊരു വ്യത്യാസവും ഞാൻ കാണുന്നില്ല. പക്ഷേ അത് എന്തായാലും ആയിക്കോട്ടെ. ഇപ്പോഴും നമ്മൾ അവനെ ഇട്ട് തീറ്റിപ്പോറ്റുകയാണ്. നമ്മുടെ ചെലവിൽ നമ്മുടെ ഒരു സഹോദരിയെ ഇതുപോലെ ബലാത്സംഗം ചെയ്ത് അതിന് ഒരുപാട് അതിനെ ഉപദ്രവിച്ച് കൊലപ്പെടുത്തിയിട്ട്, അത് ആ കുട്ടിയാണെങ്കിൽ അതിൻ്റെ വിവാഹാലോചനയ്ക്ക് അതിനെ പെണ്ണ് കാണാൻ വരുന്നതിൻ്റെ അതിൻ്റെ വിവാഹം ഫിക്സ് ചെയ്യുന്നതിൻ്റെ മധുര സ്വപ്നങ്ങളുമായിട്ട് അതിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിനെ ഇതുപോലെ ഇങ്ങനെ കൊന്ന ഒരുത്തനെ നമ്മൾ വീണ്ടും നമ്മുടെ ചെലവിൽ അവനെ ഇട്ട് ചാപ്പാട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മുടെ സിസ്റ്റം. ഇതിപ്പോൾ ഞാൻ പറഞ്ഞ സിസ്റ്റത്തിനെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. ഇങ്ങനെയൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള എത്ര കൊലപാതകികളെ നമ്മൾ സംരക്ഷിക്കുന്നു എന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഒരുപാട് കൊലയാളികളെ സംരക്ഷിക്കുന്നു. ആ സംരക്ഷിക്കുക എന്ന് പറയുന്നത് ഇതൊക്കെ നമ്മുടെ എല്ലാ ജനങ്ങളുടെ ചെലവിലാണ് അവനൊക്കെ നല്ലതായിട്ട് ഉണ്ടും ഉറങ്ങിയും കഴിയുന്നത്. ഇടയ്ക്ക് അവന് തോന്നുമ്പോൾ അവനൊന്ന് ജയിലിൽ ചാടും. ആ ചാടിക്കഴിഞ്ഞാൽ അന്നും നാട്ടുകാർക്ക് പേടിയാണ്, അവനെ പോയി പിടിച്ചോണ്ട് വരണം. ഇതാ സംഭവം. അപ്പോൾ ഇത് ബാക്കി ഞാൻ ആ കേസിൻ്റെ ഫാക്ട്സ് ഒന്നും കൂടുതൽ പറയുന്നില്ല. അത് ഏതായാലും ശരി, എന്തോ ആയാലും ഏതായാലും ഇപ്പോൾ അവന് ഇപ്പോഴും നമ്മളിട്ട് ചെലവിന് കൊടുത്തുകൊണ്ടിരിക്കുന്നു. അവൻ സുന്ദര ഇതായിട്ട് നല്ല രസകരമായിട്ട് അവൻ നടക്കുകയാണ്. ഇതേപോലെ ഇവനെ ഇപ്പോൾ ഈ സുരേഷ് കുമാർ എന്ന് പറയുന്നവൻ അവൻ ചെയ്തേക്കുന്ന പണിയൊന്ന് ആലോചിച്ച് നോക്കിയോളൂ. എന്തറിഞ്ഞിട്ടാണ് ആ കുട്ടി അവൻ ചവിട്ടുന്നത്? അവൻ്റെ മൊഴികൾ പരസ്പര വിരുദ്ധമാണെന്ന്. പരസ്പര വിരുദ്ധം അവന് പറയാൻ ഒക്കുള്ളൂ. അവൻ എന്തോ കാര്യം പറയും, കുട്ടിയെ ചവിട്ടി താഴെയിട്ടതിന് ഒന്നും പറയാനൊക്കത്തില്ല അവന്. അവൻ ആദ്യം പെൺപിള്ളേരെ ഉപദ്രവിച്ചു. അപ്പോൾ നോക്കിയപ്പോൾ അവരെ സംരക്ഷിക്കാനൊന്നും ആരുമില്ല നോക്കാൻ. അപ്പോൾ അവരത് പ്രതികരിച്ചതിനാണ് അവൻ ദേഷ്യം വന്ന് അവൻ ചെയ്യുന്നതാണ്. ഇത് നമ്മുടെ പെൺകുഞ്ഞുങ്ങൾ മനസ്സിലാക്കേണ്ട എന്താണെന്നറിയോ? നിങ്ങൾ ഒരിക്കലും ട്രെയിനിലെ വാതിലിൻ്റെ അടുത്ത് നിൽക്കരുത്. ട്രെയിൻ ഇപ്പം ശരിയാണ്, വളരെ ഈ വണ്ടിയൊക്കെ ചിലപ്പോൾ ആ സ്റ്റേഷനിൽ ഒരു മിനിറ്റേ കാണുള്ളൂ നിർത്താൻ. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ മാറി നിൽക്കുമായിരിക്കും. എന്നാലും സൂക്ഷിക്കണം, വാതിലിൻ്റെ അടുത്തോട്ട് പോകരുത്. അതിനിപ്പുറത്ത് മാറിയേ നിൽക്കാവുള്ളൂ. ഒരിക്കലും വാതിലിനടുത്ത് നിൽക്കരുത്. കാരണം ഇതേപോലുള്ള വൃത്തികെട്ടവന്മാർ സമൂഹത്തിൽ ഒത്തിരി ഉണ്ട്. അവന്മാർ എന്ത് ചെയ്യും, എങ്ങനെ പ്രവർത്തിക്കുന്നൊന്നും നമുക്കറിയില്ല. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ വാതിലിനടുത്ത് പോയി നിൽക്കരുത്. അത് മാത്രമല്ല, എനിക്ക് ബാക്കി ജനങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പെൺകുട്ടികളെയൊക്കെ ഏതെങ്കിലും ഒരുത്തിന് ഇതുപോലെ ഉപദ്രവിക്കുന്നതോ ശല്യം ചെയ്യുന്നതോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അതിനെ ചോദ്യം ചെയ്യണം. എല്ലാവരും കളക്റ്റീവായിട്ട് ചോദ്യം ചെയ്യണം. ഒറ്റയ്ക്ക് വേണമെന്നില്ല, കളക്റ്റീവായിട്ട് ചോദ്യം ചെയ്യണം. ചോദ്യം ചെയ്ത് അത് പ്രതികരിക്കണം അതിൽ. കാരണം ഇങ്ങനെയുള്ളവന്മാരെ ഒന്നും ഒരു കാരണവശാലും വെറുതെ വിടാൻ പാടില്ല. അപ്പോൾ അത് പ്രതികരിക്കണം. അവർക്ക് അങ്ങനെ ഒരു സഹായം കിട്ടുമെന്ന് കണ്ടു കഴിഞ്ഞാൽ ആ പെൺകുട്ടിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. സഹായം ഇല്ലെന്ന് കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ, അവരെന്ത് ചെയ്യും? അവർ ആലുവയിൽ നിന്ന് യാത്ര തുടങ്ങിയതാണ് ഈ പെൺകുട്ടികൾ. അവസാനം അതിൻ്റെ യാത്ര ആ കുട്ടിയുടേത് ഇവിടെ വർക്കല വെച്ച് അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. പാലം കയറി ഉടനെയാണ് അവൻ ചെയ്തേക്കുന്നത്. ആ ട്രെയിനിൽ അവൻ നോക്കി ചെയ്തതാണ്. അവനെ അറിയാൻ വയ്യാന്ന് ചെയ്യുന്നതല്ല. അവൻ്റെ പരസ്പര വിരുദ്ധമായ മൊഴി എന്നൊക്കെ പറയുന്ന അവൻ്റെ കയ്യിലിരിപ്പാണ്. ഇത് ഇങ്ങനെയുള്ളവന്മാരെ വെച്ച് പൊറപ്പിക്കരുത് ഒരിക്കലും. ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് സ്വന്തമായിട്ട് ഒക്കാത്തത് കൊണ്ടാണല്ലോ ആളുകൾ കൂടുതലും ഇതിൽ കയറുന്നത്. പിന്നെ നമ്മുടെ റോഡിലൂടെയുള്ള സഞ്ചാരം എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമാണ്. ഇന്ന് അത് വളരെ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ഇവിടുന്നൊക്കെ ട്രിവാൻഡ്രത്തോട്ട് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രശ്നമാണ്. ഏത് റോഡിൽ പോവുക? ഇപ്പം നമ്മൾ ഹൈവേ പണി നടക്കുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ഇന്നലെ ഹൈവേ കൂടെ പോകാതെ ഞാൻ എന്നാൽ MC റോഡ് വഴി പോകാൻ നേരെ കോട്ടയത്ത് പോയിട്ട് ഞാൻ പോയി. ഹൈവേയിലൂടെ പോകാതെ കോട്ടയത്ത് പോയിട്ട് MC റോഡിലൂടെ പോയി യാത്ര ചെയ്ത് വാമനപുരം എത്തിയപ്പോഴത്തേക്ക് ആ റോഡ് തിരിച്ചു വിടുക. കാരണം അവിടെ ഏതാണ്ട് പണി നടക്കുന്നു പോലും. റോഡിൽ വാഹനങ്ങൾ കെട്ടിക്കിടക്കുകയാണ്. വളരെ എഴഞ്ഞ് അവസാനം പോയിട്ട് ഈ വെമ്പായത്തിനടുത്ത് ഇറങ്ങിയിട്ട് പിന്നെ അവിടുന്ന് തിരുവനന്തപുരത്തോട്ട് പോയി. തിരുവനന്തപുരത്ത് ചെന്നപ്പോഴും ഉള്ള പ്രശ്നം ചെല്ലാറായി കഴിഞ്ഞപ്പോൾ അവിടെ KPMSൻ്റെ കേരള പുലയർ മഹാസഭ അവരുടെ ഒരു പ്രകടനം നടക്കുകയാണ്. 3 മണിക്കൂറാണ് ഞാൻ റോഡിൽ കിടന്നത്. 3 മണിക്കൂർ എന്ത് ചെയ്യാൻ പറ്റും? ഇതാണ് നമ്മുടെ രീതി. അപ്പോൾ ട്രെയിനാണെങ്കിൽ ഇങ്ങനെ പ്രശ്നമില്ല. അതുകൊണ്ട് ആളുകൾ
ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തെയൊക്കെ അതിനെ ഉപയോഗിക്കുന്നത് ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനാണ്. ഏതായാലും ശരി, എന്തായാലും ആ കുട്ടിക്ക് സോനയ്ക്ക് ഞാൻ അതെങ്ങനെയെങ്കിലും ആ കുഞ്ഞ് ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്, ഞാൻ കരുതുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അത് ഏതെങ്കിലും വിധത്തിൽ അത് തിരിച്ചു വരട്ടെ. ഫൈറ്റ് ഇറ്റ് ഔട്ട്. അത് പൊരുതി ജയിക്കട്ടെ. ആ മോള് രക്ഷപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.